നമസ്കാരം. സെൻറ് മേരീസ് ഓർഫനേജ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ പ്രൈവറ്റ് ITI കാച്ചേരി തൃശ്ശൂർ ഫിറ്റർ ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദനൻ, ഫിറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ലെയ്ത്തിലെ ഓപ്പറേഷൻസാണ്. നമ്മൾ നേരത്തെ ലെയ്ത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻ, സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്, അതുപോലെ ലെയ്ത്തിൻ്റെ മെയിൻ പാർട്സുകൾ, ലെയ്ത്തിൻ്റെ കട്ടിംഗ് ടൂൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലെയ്ത്തിൻ്റെ പാർട്ട് 4 ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഫേസിങ് ഓപ്പറേഷൻസിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫേസിംഗ് ആണ്. എന്താണ് ഫേസിംഗ് എന്ന് നോക്കാം. This is an operation of removing metal from the work face by feeding the tool at right angle to the axis of the work. ഫേസിംഗ് എന്ന് പറയുന്നത് റിമൂവിങ് മെറ്റൽ തന്നെയാണ്. മെറ്റലിനെ റിമൂവ് ചെയ്യലാണ്. എങ്ങനെയാണ് മെറ്റലിനെ റിമൂവ് ചെയ്യുന്നത്? വർക്കിൻ്റെ ഫേസിൽ നിന്ന് മെറ്റലിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഫീഡിങ് ദ ടൂൾ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദി വർക്ക്. ടൂളിനെ ഇപ്പോൾ ചിത്രത്തിൽ കാണാം, ടൂൾ ഇരിക്കുന്നത് കാണാം. ടൂൾ പോസ്റ്റിനകത്ത് ടൂൾ ഇരിക്കുന്നു, ചക്കിനകത്ത് വർക്ക് പീസ് ഇരിക്കുന്നത് കാണാം. അപ്പോൾ ടൂളിനെ വർക്കിൻ്റെ ആക്സിസിന് റൈറ്റ് ആംഗിളായിട്ട്, പാരലായിട്ടല്ല, റൈറ്റ് ആംഗിളായിട്ട് ഫീഡ് ചെയ്തിട്ടാണ് ആ വർക്കിൻ്റെ ഫേസിൽ നിന്ന് മെറ്റലിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫേസിംഗ് എന്ന് പറഞ്ഞാൽ? റിമൂവിങ് മെറ്റൽ ഫ്രം ദ വർക്ക് ഫേസ്. സിലിണ്ടറിക്കലായിട്ടുള്ള വർക്കുകളായിരിക്കും ലെയ്ത്തിൽ കൂടുതൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ സിലിണ്ടറിക്കലായിട്ടുള്ള വർക്കിൻ്റെ ഫേസിൽ നിന്ന് മെറ്റലിനെ റിമൂവ് ചെയ്യലാണ് ഫേസിംഗ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ഫേസിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് ഫേസിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ടു ഹാവ് എ റെഫറൻസ് പ്ലെയിൻ ടു മാർക്ക് ആൻഡ് മെഷർ ദ സ്റ്റെപ്പ് ലെങ്ത് ഓഫ് ദി വർക്ക്. ഇപ്പോൾ ഒരു വർക്കിൽ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്കവിടെ റെഫറൻസ് വേണം, ഒരു പ്ലെയിൻ ആയിട്ടുള്ള റെഫറൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലെയിൻ റെഫറൻസ് എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ റോഡുകളുടെയൊക്കെ പ്ലെയിൻ റെഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ടു റിമൂവ് ദ റഫ് സർഫസ് ഓൺ ദ ഫേസസ് ഓഫ് ദി വർക്ക്. പിന്നെ ആ വർക്കിൻ്റെ ഫേസിലുള്ള റഫായിട്ടുള്ള ഭാഗത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഫേസിങ് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് ടു മെയിൻറ്റെയിൻ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി വർക്ക്. വർക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇപ്പം നമ്മൾ സിലിണ്ടറിക്കൽ റോഡുകൾ അളക്കുമ്പോൾ ഫേസ് ടു ഫേസ് ആണ് നമ്മൾ അളക്കുക, അതിൻ്റെ ലെങ്ത്ത് അളക്കുക. അപ്പോൾ ആ ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് നമ്മൾ ഫേസിങ് ചെയ്യുന്നു. പിന്നെ ഫേസിങ്ങിൽ 2 തരം ഫേസിങ് ഉണ്ട്. ഒന്ന് റഫ് ഫേസിങ്ങും പിന്നെ ഫിനിഷ് ഫേസിങ്. റഫ് ഫേസിങ് ആണ് ആദ്യം ചെയ്യുക. റഫ് ഫേസിങ്ങിൽ നമ്മൾ കൂടുതൽ മെറ്റൽ റിമൂവ് ചെയ്യും. അപ്പോൾ അതിന് കട്ടിംഗ് ടൂളിനെ ഫീഡ് ചെയ്യുന്നതിന് കോഴ്സ് ഫീഡിങ് എന്ന് പറയുക. കോഴ്സ് ഫീഡിങ്ങിൽ വിത്ത് മോർ ഡെപ്ത് ഓഫ് കട്ട്, കുറച്ച് കട്ട് കൂടുതൽ വയ്ക്കും. എന്നിട്ട് ഫിനിഷ് ചെയ്യാനുള്ള മെറ്റൽ അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ റഫ് ഫേസിങ്ങിൽ കളയും. പിന്നെ റഫ് ഫേസിങ് ഈസ് ഡൺ ബൈ ഫീഡിങ് ദ ടൂൾ ഫ്രം ദ പെരിഫെറി ഓഫ് ദ വർക്ക് ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദി വർക്ക്. റഫ് ഫേസിങ്ങിൽ എങ്ങനെയാണ് ഫീഡിങ് ചെയ്യുന്നത്? കോഴ്സ് ഫീഡിങ് ആണെന്ന് നേരത്തെ പറഞ്ഞു. റഫ് ഫീഡിങ്ങിൽ ഫേസിങ് ഈസ് ഡൺ ബൈ ഫീഡിങ് ദ ടൂൾ ഫ്രം ദ പെരിഫെറി ഓഫ് ദ വർക്ക്. വർക്കിൻ്റെ വൃത്തപരിധി, പെരിഫെരി എന്ന് പറഞ്ഞാൽ വൃത്തപരിധിയിൽ നിന്ന് സെൻറ്ററിലേക്കാണ് ടൂളിനെ ഫീഡ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഫിനിഷ് സർഫസ് എന്താ നോക്കാം. ഫിനിഷ് ഫേസിങ് എന്താ നോക്കാം. ഫിനിഷ് ഫേസിങ് ഈസ് ഡൺ ബൈ ഫീഡിങ് ദ ടൂൾ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി വർക്ക് ടുവേഴ്സ് ദ പെരിഫെരി. രണ്ടും തമ്മിൽ നേരെ ഓപ്പോസിറ്റാണ്. ഫേസിങ്ങിൽ ചെയ്യണത് വർക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ടൂളിനെ വൃത്തപരിധിയിലേക്ക്, വർക്കിൻ്റെ പെരിഫെറിയിലേക്ക് അല്ലെങ്കിൽ വൃത്തപരിധിയിലേക്കാണ് ടൂളിനെ ഫീഡ് ചെയ്ത് കൊണ്ടുവരിക. ഇനി ഫേസിങ്ങിൽ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫക്റ്റ് ഫൗണ്ട് ഇൻ ഫേസിങ് വർക്ക് ഓപ്പറേഷൻസ്. അതിലാദ്യം വരുന്നത് കോൺവെക്സ് ഫേസ് ആണ്. 3 തരമുണ്ട്. കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഫേസ് ഉണ്ട്, അതുപോലെ എപ്പിപ്പ് ലെഫ്റ്റ് ഫ്രം ദ ഫേസ്. അങ്ങനെ 3 ഡിഫോൾട്ടുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് ആദ്യം കോൺവെക്സ് ഫേസ്
അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഫേസ് ചെയ്ത വർക്കിനെ ചെക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് കറക്റ്റ്ലി ഫേസ്ഡ് വർക്ക് പീസ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കോൺവെക്സ്. കോൺവെക്സും കോൺകേവും നിങ്ങൾക്കറിയാം. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നു, കർവ് പോലെ. കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളിലേക്ക്, കേവ് ഗുഹ എന്നുള്ള അർത്ഥം, ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നതാണ് കോൺകേവ്. അപ്പോൾ ഇവിടെ കോൺവെക്സ് സ്പേസ്. ദിസ് ഈസ് കോസ്ഡ്, എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? ദിസ് ഈസ് കോസ്ഡ് ബൈ ബ്ലെൻഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ടൂൾ ആൻഡ് ദ കാരേജ് നോട്ട് ബീയിങ് ലോക്ക്ഡ്. കട്ടിംഗ് ടൂള് മൂർച്ച പോകുന്നതിനെയാണ് ബ്ലെൻഡ് കട്ടിംഗ് എന്ന് പറയുക. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മൂർച്ച പോവുക. കട്ടിംഗ് ടൂള് മൂർച്ച കുറഞ്ഞു, പിന്നെ കാരേജ് കൃത്യമായിട്ട് ലോക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് വർക്കിൻ്റെ ഫേസ് കോൺവെക്സ് ഫേസായി മാറുന്നത്. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? ടൂള് റീഷാർപ്പൺ ചെയ്യുക, അതുപോലെ കാരേജ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുക. ഇനി കോൺകേവ് ഫേസ് എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. ദിസ് ഈസ് കോസ്ഡ് ബൈ ദ ടൂൾ ഡിഗിങ് ഇൻ ടു ദി വർക്ക് ഡ്യൂറിങ് ദ ഫീഡിങ് ആസ് ദ ടൂൾ ഈസ് നോട്ട് ക്ലാംപ്ഡ് റിജിഡ്ലി. ടൂൾ പോസ്റ്റിനകത്ത് ടൂള് കൃത്യമായിട്ടും ഉറപ്പായിട്ടും ക്ലാമ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ടൂള് വർക്കിൻ്റെ ഫേസിൽ ഡിഗ് ചെയ്യാൻ, കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കോൺകേവ് ഫേസ് ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ടൂളിനെ അതിൻ്റെ ടൂൾ പോസ്റ്റിൽ കൃത്യമായിട്ട് ഉറപ്പായിട്ടും ഉറപ്പിച്ച് അതിനെ ക്ലാമ്പ് ചെയ്യണം വിത്ത് മിനിമം ഓവർഹാങ് കുറച്ച്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺകേവ് ഫേസ് നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് പിപ്പ് ലെഫ്റ്റ് ഇൻ ദ സെൻറ്റർ. പിപ്പ് എന്ന് പറഞ്ഞാൽ നടുഭാഗത്ത് ചെറിയൊരു മൊന പോലെ ഒരു കുറച്ച് ഭാഗം വർക്ക് അവിടെ നിൽക്കും, മുഴുവനായിട്ട് പോവില്ല. അതിനാണ് പിപ്പ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണാം പിപ്പ് ലെഫ്റ്റ് ഇൻ ദ സെൻറ്റർ. അതെന്തുകൊണ്ടുണ്ടാവണം നോക്കാം. ദിസ് ഈസ് ഡ്യൂ ടു ദ ടൂൾ നോട്ട് ബീങ് സെറ്റ് ഇൻ ദ കറക്റ്റ് സെൻറ്റർ ഹൈറ്റ്. ഇതിൽ ലെയ്ത്തിൻ്റെ ലെയ്ത്ത് വർക്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൻറ്റർ ഹൈറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ സെൻറ്റർ ഹൈറ്റ് ശരിക്കും സെറ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് ഈ പിപ്പ് ലെഫ്റ്റ് ഇൻ ദ സെൻറ്റർ. അപ്പോൾ ടൂൾ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ ഹൈറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ചിത്രത്തിൽ കാണുന്നത് ലെയ്ത്തിൽ ഒരു ഡ്രില്ലിംഗ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്യണമെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വേണം. പക്ഷേ ലെയ്ത്തിലും നമുക്ക് ഡ്രില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ലെയ്ത്ത് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്, ചിത്രത്തിൽ കാണുന്നത് ഒരു ഡ്രിൽ ചക്ക് ഉപയോഗിച്ച് ലെയ്ത്തിൻ്റെ ടെയിൽ സ്റ്റോക്കിനകത്ത് ഡ്രിൽ ചക്ക് പിടിപ്പിച്ചിട്ട് ഡ്രിൽ ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൊരു റൈറ്റ് സൈഡിലൊരു ഫിഗർ കാണാം. അതിൽ പലതരത്തിലുള്ള ഡ്രില്ലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്രിൽ സോക്കറ്റ് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യാം, ഡ്രിൽ സ്ലീവ് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യാം. അപ്പോൾ ഡ്രിൽ സ്ലീവ്, ഡ്രിൽ സോക്കറ്റ്, പിന്നെ ചക്കിൻ്റെ ഒരു ഫിഗർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ലെയ്ത്തിലും ഡ്രില്ലിംഗ് സാധ്യമാണ്. സാധാരണഗതിയിൽ നമുക്ക് ഡ്രിൽ ചെയ്യണമെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വേണം. അപ്പോൾ ലെയ്ത്തിൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ വർക്കിനെ ഡ്രിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ലെയ്ത്തിൽ നിന്ന് അഴിച്ചെടുത്ത് ഡ്രില്ലിംഗ് മെഷീനിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഡ്രില്ല് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും അത്രയും സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലെയ്ത്തിനകത്ത് നമുക്ക് ഡ്രില്ലിംഗ് ഫെസിലിറ്റി ചെയ്യാനായിട്ട് സാധിക്കും. ബോറിംഗ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് ആൻഡ് ട്രൂവിങ് എ ഹോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്രില്ലിംഗ്. ഡ്രില്ല് ചെയ്തിട്ടുള്ള ഒരു ഹോളിനെ, അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ടോ പഞ്ച് ചെയ്തിട്ടോ കാസ്റ്റ് ചെയ്തിട്ടോ ഫോർജ് ചെയ്തിട്ടോ ഏത് രീതിയിലുള്ള ഹോളിനെയും ആ ഹോളിനെ എൻലാർജ് ചെയ്യുക, ഒന്നുകൂടി വലുതാക്കി ഫിനിഷ് ചെയ്യലാണ് ബോറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ടൂൾ ബിറ്റ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബോറിംഗ് ബാർ ഉപയോഗിച്ച് ഒരു ഹോളിനെ എൻലാർജ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന 2 തരം ടൂളുകളുണ്ട്. അടുത്ത സ്ലൈഡിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തരം ടൂളുണ്ട്. ഒന്ന് സോളിഡ് ഫോർജ് ടൂൾസും പിന്നൊന്ന് ബോറിംഗ് ബാർ അറ്റാച്ച്ഡ് വിത്ത് ടൂൾ ബിറ്റ്. ടൂൾ ബിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബോറിംഗ് ബാറുണ്ട്.
അതുപോലെ തന്നെ സോളിഡ് ഫോർജ് ടൂളുണ്ട്. അപ്പോൾ വലിയ ഹോളുകൾ നമുക്ക് എൻലാർജ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ബോറിംഗ് ബാർ വിത്ത് ടൂൾ ബിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോറിംഗ് ബാർ ഉപയോഗിച്ചിട്ടാണ് വലിയ ഹോളുകൾ എൻലാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ ഹോളുകൾ എൻലാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സോളിഡ് ഫോർജ് ടൂൾസ്. ഈ ബോറിംഗ് ടൂളുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. സോളിഡ് ഫോർജ് ടൂൾസുകളും ബോറിംഗ് ബാർ വിത്ത് ഇൻസെർട്ടഡ് ബിറ്റ്, അങ്ങനെ രണ്ട് തരമാണ്. അപ്പോൾ നമുക്ക് സോളിഡ് ഫോർജ് ടൂൾസ് എന്താണെന്ന് നോക്കാം. സോളിഡ് ഫോർജ് ബോറിംഗ് ടൂൾസ് ഈസ് മെയ്ഡ് ഫ്രം HSS. ഇത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സോളിഡ് ഫോർജ് ടൂളുകളുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡും ഉണ്ട്. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഹാൻഡ് മെയ്ഡ് സോളിഡ് ഫോർജ് ടൂളാണ്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മെറ്റലിനെ ചൂടാക്കി ആവശ്യമുള്ള ഷേപ്പിൽ അടിച്ച് പരത്തിയെടുക്കലാണ് ഫോർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് ടേണിംഗ് ടൂൾ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പിന്നെ ഇതന്നെ രണ്ട് തരത്തിലുണ്ട്. സോളിഡ് ബോറിംഗ് ടൂള് ഒന്ന്, പിന്നെ ഇത് ഒരു ഹോൾഡറിനകത്ത്, അതായത് ഒരു ഹോൾഡറോട് കൂടി ഇതുണ്ടാവും. ഇത് ഇടാനായിട്ടുള്ളൊരു ഹോൾഡർ ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ സോളിഡ് ഫോർജ് ടൂൾ ഇട്ടുണ്ടാവും. അങ്ങനെ രണ്ട് തരത്തിലുണ്ടത്. ഇനിയുള്ളത് ബോറിംഗ് ബാറാണ്. ബോറിംഗ് ബാർ രണ്ട് തരത്തിലുണ്ട്. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതൊന്ന് പ്ലെയിൻ ബോറിംഗ് ബാർ ഉണ്ട്, എൻഡ് ക്യാപ്പ് ബോറിംഗ് ബാർ ഉണ്ട്. ബോറിംഗ് ബാറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് സ്ക്വയർ ആയിട്ടുള്ള ബിറ്റ് ഇടാം, റൗണ്ട് ആയിട്ടുള്ള ബിറ്റ്, ടൂൾ ബിറ്റ്, ബാറിൻ്റെ ഏറ്റവും അറ്റത്ത് ബിറ്റ് ഇടാനായിട്ടുള്ള സംവിധാനം ഉണ്ട്. അവിടെ നമുക്ക് റൗണ്ട് ടൂൾ ബിറ്റ് ഇടാം, അതുപോലെ തന്നെ സ്ക്വയർ ബിറ്റ് ഇടാം. HSS കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിറ്റുകളാണ് അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഏത് ആംഗിളിൽ വേണമെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയിലൊക്കെ ഈ ബാറിനകത്ത് ടൂളിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹെവിയർ കട്ട്, കൂടുതൽ ആഴത്തിലുള്ള കട്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വലിയ ഹോളുകൾ നമുക്ക് ബോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി ബോറിംഗ് ഓപ്പറേഷൻസ്, വലിയ ഹെവി ഡ്യൂട്ടി ബോറിംഗ് ഓപ്പറേഷൻസിനാണ് ഇത് ഉപയോഗിക്കുക. ടൂൾ ചേഞ്ചിങ് ഫാസ്റ്ററാണ്, കോസ്റ്റ് കുറവാണ്. ബോറിംഗ് ടൂൾസ് ക്യാൻ ഐദർ ബി സെറ്റ് സ്ക്വയർ ഓർ അറ്റ് ആൻ ആംഗിൾ ക്വിക്കലി. ഒരു ആംഗിളിൽ ഇതിൻ്റെ ബിറ്റിനെ സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത്രയൊക്കെയാണ് ടൈപ്സ് ഓഫ് ബോറിംഗ് ടൂൾസിനെ കുറിച്ച് പറയാനുള്ളത്. പ്ലെയിൻ ടേണിംഗ്, ഇതിനെ പാരലൽ ടേണിംഗ് എന്നും സ്ട്രെയിറ്റ് ടേണിംഗ് എന്നൊക്കെ പറയും. വർക്കിൻ്റെ ഡയമീറ്റർ കുറയ്ക്കാനാണ് ഇത് ചെയ്യുന്നത്. ദിസ് ഓപ്പറേഷൻ ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് ദ മെറ്റൽ ഫ്രം ദ വർക്ക് ആൻഡ് ഫുൾ ട്രാവൽ ഓഫ് ദി ടൂൾ ഓൺ ദി വർക്ക്, കീപ്പിംഗ് ദ സെയിം ഡയമീറ്റർ ത്രൂ ഔട്ട് ദ ലെങ്ത്. ത്രൂ ഔട്ട് ദ ലെങ്ത് ടൂൾ ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഡയമീറ്റർ കുറയ്ക്കാനാണ്. ഡയമീറ്റർ എല്ലാ ഭാഗത്തും ഒരേപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കീപ്പിംഗ് ദ സെയിം ഡയമീറ്റർ ത്രൂ ദ ലെങ്ത്. അതിൻ്റെ ഫുൾ ലെങ്ത് ഇതിൻ്റെ ടൂൾ ട്രാവൽ ചെയ്യും. ഇതാണ് പ്ലെയിൻ ടേണിങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ടൈപ്സ് ഓഫ് പ്ലെയിൻ ടേണിങ്. ഈ പ്ലെയിൻ ടേണിങ് തന്നെ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് റഫ് ടേണിങ്ങും പിന്നെ ഒന്ന് ഫിനിഷ് ടേണിങ്ങും. അപ്പോൾ റഫ് ടേണിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ആൻഡ് ദ ജോബ് ഈസ് ബ്രോട്ട് ക്ലോസ് ടു ദ റിക്വയർഡ് സൈസ്. പരമാവധി കട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് റിക്വയർഡ് സൈസ് എത്രയാണോ വേണ്ടത് അതിൻ്റെ ക്ലോസ് ടു ദ റിക്വയർഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് റിക്വയർഡ് സൈസിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരും. കാരണം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റൽ അവിടെ ബാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റഫ് ടേണിങ്ങിൽ സർഫസ് ഫിനിഷ് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ വൈൽ റഫ് ടേണിങ് ദ സ്പിൻഡിൽ സ്പീഡ് ഈസ് ലെസ് ആൻഡ് ഫീഡ് മോർ. അപ്പോൾ ഇതിൻ്റെ സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയും. ടേണിങ്ങിൽ സ്പിൻഡിൽ സ്പീഡ് പല രീതിയിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്പിൻഡിൽ സ്പീഡ് കുറച്ചിട്ടും ഫീഡ് കൂട്ടിയിട്ടുമാണ് റഫ് ടേണിങ് ചെയ്യുക. അതിന് ഉപയോഗിക്കുന്ന ടൂളിനെ റഫിംഗ് ടൂൾ എന്ന് പറയും, അല്ലെങ്കിൽ നൈഫ് ടൂൾ എന്നും പറയുന്നു. ഫിനിഷ് ടേണിങ്. റഫ് ടേണിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക ഫിനിഷ് ടേണിങ് ആണ്. അപ്പോൾ റഫ് ടേണിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റഫ് മാർക്കുകളൊക്കെ കളയാനും
മെറ്റീരിയലിനെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആക്യുറസിയിലേക്ക് കൊണ്ടുവരാനും അതിന് ഗുഡ് സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനിഷ് ടേണിങ് ചെയ്യുന്നത്. ഫിനിഷ് ടേണിങ്ങിൽ അതിൻ്റെ സ്പീഡ് ഹയർ ആയിരിക്കും. അതിൻ്റെ ഫീഡ് കുറച്ചിട്ടും സ്പീഡ് ഹയർ ആക്കിയിട്ടുമാണ് ഫിനിഷ് ടേണിങ് ചെയ്യുക. ഇതിന് ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് റൗണ്ട് നോസ് ഫിനിഷിംഗ് ടൂൾ അല്ലെങ്കിൽ നൈഫ് വിത്ത് എ ലാർജർ നോസ് റേഡിയസ് ടൂൾ. ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ടേണിങ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ടേണിങ്. It is an operation of producing various steps of different diameters in the workpiece. This operation is carried out in the similar way as plane turning. സ്റ്റെപ്പ് ടേണിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്ത വർക്ക് പീസിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ വ്യത്യസ്ത ഡയമീറ്ററിൽ ഉണ്ടാക്കുന്നതിനെയാണ് സ്റ്റെപ്പ് ടേണിംഗ് എന്ന് പറയുന്നത്. ഇത് പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷന് തുല്യമാണ്, അതല്ലെങ്കിൽ പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷൻ പോലെ തന്നെ ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് സ്റ്റെപ്പ് ടേണിംഗ്. അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൂവിങ്. ഗ്രൂവിങ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് എ ഗ്രൂവ്ഡ് ഫോം ഓർ ചാനൽ ഓൺ എ സിലിണ്ടറിക്കലി ടേൺഡ് വർക്ക് പീസ്. ഒരു സിലിണ്ടറിക്കലി ടേൺ ചെയ്ത വർക്ക് പീസിനകത്ത് ഒരു ഗ്രൂവ് ഉണ്ടാക്കുക. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാല് പൊഴി എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അത് ഉണ്ടാക്കുന്നതിനാണ് ഗ്രൂവിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ ഷേപ്പ് ഓഫ് ദി കട്ടിംഗ് ടൂൾ ആൻഡ് ദ ഡെപ്ത് ടു വിച്ച് ഇറ്റ് ഈസ് ഫെഡ് ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് ദി ഗ്രൂവ്. അപ്പോൾ ഗ്രൂവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കട്ടിംഗ് ടൂള് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ടൈപ്സ് ഓഫ് ഗ്രൂവ്സ്. 3 തരത്തിലുള്ള ഗ്രൂവ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ക്വയർ ഗ്രൂവ്സ് ഉണ്ട്, റൗണ്ട് ഗ്രൂവ് ആൻഡ് വി ഷേപ്പ്ഡ് ഗ്രൂവ്. ഓരോ ഗ്രൂവ്സും എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ സ്ക്വയർ ഗ്രൂവ്സ് ഉപയോഗിക്കുന്നത് വർക്ക് പീസിൻ്റെ എൻഡിൽ ഒരു ത്രെഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഈ ത്രെഡിങ് ടൂൾ റൺ ചെയ്യാനായിട്ട് സ്ക്വയർ ഗ്രൂവ് സാധാരണയായിട്ട് കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഷോൾഡറിനകത്ത് ചില വർക്കിൽ ഇങ്ങനെ ഷോൾഡർ ടൈപ്പ് വർക്ക് പീസിൻ്റെ ഷോൾഡർ നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കുന്നു. ആ ഷോൾഡറിന് അഗൻസ്റ്റ് ആയിട്ട് ചിലപ്പോൾ സ്ക്വയർ ഗ്രൂ കട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഫിറ്റിംഗ് പാർട്ടാണെങ്കിൽ അത് സ്ക്വയർ ആ പാർട്ട് കൃത്യമായിട്ട് മാച്ചിങ് പാർട്ട് കൃത്യമായിട്ട് ഫിറ്റായിട്ടിരിക്കും അഗെയിൻസ്റ്റ് ദ ഷോൾഡർ. പിന്നെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വർക്ക് പീസ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡയമീറ്റർ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു സ്ക്വയർ ഗ്രൂ കട്ട് ചെയ്താൽ ഈ ഗ്രൈൻഡിങ് വീലിന് അവിടെ കൃത്യമായിട്ടൊരു ക്ലിയറൻസ് കിട്ടും. പിന്നെ സ്ക്വയർ ഗ്രൂ ആർ കട്ട് വിത്ത് എ ടൂൾ ബിറ്റ് ഗ്രൗണ്ട് ടു ദ വിഡ്ത്ത് ഓഫ് ദി സ്ക്വയർ ഗ്രൂ ടു ബി ഫോംഡ്. പിന്നെ ഇതിൻ്റെ കട്ടിംഗ് ടൂള് സ്ക്വയർ ഗ്രൂ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ടൂളിൻ്റെ വിഡ്ത്തും അതിൻ്റെ ഗ്രൂവിൻ്റെ വിഡ്ത്തും സെയിം ആയിരിക്കും. അങ്ങനെയാണ് അത് ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കുക. പിന്നെ സ്ക്വയർ ഗ്രൂ ആൾസോ സെർവ്സ് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് സ്പേസ് ഫോർ ഫോർക്സ് ഓഫ് ഷിഫ്റ്റ് ലിവർ ഇൻ സ്ലൈഡിങ് ഗിയർ അസംബ്ലീസ്. സ്ലൈഡിങ് ഗിയർ അസംബ്ലീസിൽ ഷിഫ്റ്റ് ലിവറിൻ്റെ ഫോർക്കുകൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു സ്ക്വയർ ഗ്രൂ കട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് റൗണ്ട് ഗ്രൂ ആണ്. ദ റൗണ്ട് ഗ്രൂസ് എലിമിനേറ്റ് ദ ഷാർപ്നെസ് ഓഫ് ദി സ്ക്വയർ കോർണർ. ഇപ്പോൾ സ്ക്വയർ കോർണറാണ്, അപ്പോൾ അവിടെ ഭയങ്കര ഷാർപ്നെസ് കളയാൻ വേണ്ടിയിട്ട് അവിടെ റൗണ്ട് ഗ്രൂ ഉപയോഗിച്ചിട്ട് അവിടെ ആ ഷാർപ്നെസ് കളയും. അതുപോലെ തന്നെ ആ ഭാഗത്തിന് സ്ട്രെങ്തൻ കൊടുക്കും. ഈ സ്ക്വയർ കോർണർ ചിലപ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അവിടെ സ്ട്രെങ്തൻ ചെയ്യും. ഇതിന് ഉപയോഗിക്കുന്ന ടൂൾ ബിറ്റ് എന്ന് പറയുന്നത് റൗണ്ട് നോസ് ഗ്രൗണ്ട് ടു ദ റിക്വയർഡ് റേഡിയസ് ഈസ് യൂസ് ടു കട്ട് ദ റൗണ്ട് ഗ്രൂസ്. ആ റൗണ്ട് ഗ്രൂ കട്ട് ചെയ്യാനായിട്ട് എത്ര റേഡിയസ് വേണോ അതേ ഷേപ്പിൽ തന്നെയാണ് ടൂള് ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കുക. ഈ വി ഷേപ്പ്ഡ് ഗ്രൂ. വി ഷേപ്പ്ഡ് ഗ്രൂ സാധാരണ വി ബെൽറ്റ് ഉപയോഗിക്കുന്ന പുള്ളികളുണ്ട്. ആ പുള്ളികൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ പുള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വി ഷേപ്പ്ഡ് ഗ്രൂ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. Knurling. It is the operation of producing straight-lined diamond-shaped pattern or
cross-lined pattern on a cylindrical external surface by pressing a tool called knurling tool. ഒരു നർലിംഗ് ടൂൾ ഉപയോഗിച്ച്, നർലിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് നർലിംഗ് ടൂൾ. ഒരു നർലിംഗ് ടൂൾ ഉപയോഗിച്ച് ഒരു സിലിണ്ട്രിക്കൽ സർഫസിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ പ്രസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടോ ഡയമണ്ട് ഷേപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ക്രോസ് ലൈൻ പാറ്റേൺ ആയിട്ടോ ഓരോ പാറ്റേണുകളെ ഫോം ചെയ്യിക്കലാണ്. ഇതൊരു കട്ടിംഗ് ഓപ്പറേഷൻ അല്ല, ഒരു ഫോമിംഗ് ഓപ്പറേഷനാണ് നർലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു സ്ലോ സ്പിൻഡിൽ സ്പീഡിലായിരിക്കും ഇത് ചെയ്യുക. അതിന് 1/3 ദ ടേണിങ് സ്പീഡാണ് തന്നെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡും ഫീഡും തീരുമാനിക്കുന്നത് ജോബ് മെറ്റീരിയലിനനുസരിച്ചിട്ടും അതുപോലെ അതിന് എത്രത്തോണ്ട് ഫിനിഷ് വേണം എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ വ്യത്യസ്ത തരം നർലിംഗ് പാറ്റേണുകളുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് 4 തരത്തിലാണ്: ഡയമണ്ട് നർലിംഗ്, സ്ട്രൈറ്റ് നർലിംഗ്, ക്രോസ് നർലിംഗ്, കോൺകേവ് നർലിംഗ് ആൻഡ് കോൺവെക്സ് നർലിംഗ്. 5 തരമുണ്ട്: ഡയമണ്ട് നർലിംഗ്, സ്ട്രൈറ്റ് നർലിംഗ്, ക്രോസ് നർലിംഗ്, കോൺകേവ് ആൻഡ് കോൺവെക്സ്. അപ്പോൾ നർലിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എ ഗുഡ് ഗ്രിപ്പ് ആൻഡ് മേക്ക് ഫോർ പോസിറ്റീവ് ഹാൻഡ്ലിങ്. നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഗുഡ് അപ്പിയറൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നർലിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത തരം നർലിംഗ് പാറ്റേണുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ ഡയമണ്ട് നർലിങ്ങിനെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് എ നർലിംഗ് ഓഫ് ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ. നിങ്ങൾക്കറിയാം ഡയമണ്ട് ഷേപ്പ് എങ്ങനെയാണെന്ന്. ആ ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് എ സെറ്റ് ഓഫ് റോളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. ഈ നർലിംഗ് ടൂളുകൾ റോളുകളിലായിരിക്കും. അതിനൊരു ഹോൾഡർ ഉണ്ടാവും, അതിൽ റോളായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു സെറ്റ് ഓഫ് റോളർ ഉപയോഗിച്ച് ചെയ്യുക. അതിൻ്റെ ഒരു റോളർ റൈറ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്ത് ആയിരിക്കും, അതേപോലെ മറ്റേത് ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്ത്. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈറൽ പോലെ. സ്പൈറൽ അറിയാലോ, നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തിട്ട് നമ്മൾ ബുക്ക് സ്പൈറൽ ചെയ്യില്ലേ, ആ ഷേപ്പിനാണ് നമ്മൾ ഹെലിക്കൽ എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് നർലിംഗ് ആണ്. ഇറ്റ് ഈസ് എ നർലിംഗ് ഓഫ് സ്ട്രൈറ്റ് ലൈൻ പാറ്റേൺ. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് ഐദർ എ സിംഗിൾ റോളർ ഓർ ഡബിൾ റോളർ വിത്ത് സ്ട്രൈറ്റ് ടീത്ത്. ചിത്രത്തിൽ കാണുന്ന പോലെ അതിൻ്റെ പാറ്റേൺ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അത് ചിലപ്പോൾ സിംഗിൾ റോളർ ആയിരിക്കും ഉപയോഗിക്കുക, ചില സമയത്ത് ഡബിൾ റോളർ വിത്ത് സ്ട്രൈറ്റ് ടീത്ത്, അങ്ങനെയായിരിക്കും അതിൻ്റെ ടൂൾ ഉണ്ടാവുക. ക്രോസ് നർലിംഗ്. ഇറ്റ് ഈസ് എ നർലിംഗ് ഹാവിങ് എ സ്ക്വയർ ഷേപ്പ്ഡ് പാറ്റേൺ. ഇതിൻ്റെ പാറ്റേൺ സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡൺ ബൈ എ സെറ്റ് ഓഫ് റോളർ. ഒരു സെറ്റ് റോളർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. അതിൽ ടീത്തുകളുടെ പ്രത്യേകത പറയുന്നത്, വൺ ഹാവിങ് സ്ട്രെയിറ്റ് ടീത്ത്, ഒരു ഇതിൽ ടീത്ത് സ്ട്രെയിറ്റ് ആയിരിക്കും. ആൻഡ് അതർ ഹാവിങ് ടീത്ത് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് നെർൽ. മറ്റേ ടീത്തുകൾ നെർലിൻ്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് ക്രോസ് നർലിംഗ്. കോൺകേവ് നർലിംഗ്. ദിസ് ഈസ് ഡൺ ബൈ എ കോൺവെക്സ് നെർ ഓൺ എ കോൺകേവ് സർഫസ്. ഇപ്പോൾ കോൺകേവ് നർലിംഗ് ഉപയോഗിക്കുന്നത് ഒരു കോൺവെക്സ് നെർൽ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിന് കോൺകേവ് നർലിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ബൈ കോൺവെക്സ് നെർൽ. കോൺവെക്സ് നെർൽ ഉപയോഗിച്ച് കോൺകേവ് സർഫസിൽ ചെയ്യുന്നതിനെയാണ് കോൺകേവ് നർലിംഗ് എന്ന് പറയുക. ദിസ് ഈസ് ഡൺ ബൈ എ പ്ലഞ്ചിങ് ടൂൾ. പ്ലഞ്ചിങ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. ഇതിൽ ടൂള് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡായിട്ടല്ല മൂവ് ചെയ്യുക. പിന്നെ ദ ലെങ്ത് ഓഫ് നർലിംഗ് ഈസ് ലിമിറ്റഡ് ടു ദ വിഡ്ത്ത് ഓഫ് ദി റോളർ. ഇപ്പോൾ ഈ റോളറിൻ്റെ വിഡ്ത്ത് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ട് നർലിങ്ങിൻ്റെ ലെങ്ത് ഉണ്ടാവുള്ളൂ. കോൺവെക്സ് നർലിംഗ്. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് എ കോൺകേവ് നെർൽ ഓൺ എ കോൺവെക്സ് സർഫസ്. കോൺവെക്സ് സർഫസിൽ കോൺകേവ് നെർൽ ഉപയോഗിച്ച് ചെയ്യുന്ന നർലിങ്ങിനെ കോൺവെക്സ് നർലിംഗ് എന്ന് പറയുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞു, കോൺകേവ് സർഫസിൽ കോൺവെക്സ് നെർൽ ഉപയോഗിച്ച് ചെയ്യുന്ന നർലിങ്ങിനെ കോൺകേവ് നർലിംഗ് എന്നും പറയുന്നു. ഗ്രേഡ് ഓഫ് നർലിംഗ്.
Knurling can be done in three grades: coarse knurling, medium knurling and fine knurling. ചിത്രത്തിൽ കാണാം കോഴ്സ്, മീഡിയം, ഫൈന്. അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ ഷേപ്പിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? ഈ ഫൈൻ ഷേപ്പിൽ വരുമ്പോൾ ഏറ്റവും നല്ല അവിടെ വളരെ നൈസായിട്ടുള്ള ഗ്രിപ്പാവും, മറ്റുള്ളിടത്ത് കുറച്ചുകൂടി വലിയ വലിയ നർലിംഗ് ആയിരിക്കും. ഇപ്പോൾ കോഴ്സ് നർലിംഗ് ഈസ് ഡൺ ബൈ യൂസിങ് കോഴ്സ് പിച്ച്ഡ് നർൽ 1.75 mm പിച്ച്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ആ നർലിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 1.75 mm പിച്ച് ആയിരിക്കും. മീഡിയത്തിന് ഉപയോഗിക്കുക 1.25 mm പിച്ചിൻ്റെ ആയിരിക്കും. ഫൈൻ നർലിങ്ങിന് ഉപയോഗിക്കുന്നത് 0.75 പിച്ചുള്ള നർലുകളായിരിക്കും ഉപയോഗിക്കുക. ടൈപ്സ് ഓഫ് നർലിംഗ് ടൂൾ ഹോൾഡർ. 3 തരത്തിലുള്ള നർലിംഗ് ടൂൾ ഹോൾഡറിനെ കുറിച്ചിട്ട് പറയുന്നു. ആദ്യത്തേത് സിംഗിൾ റോളർ നർലിംഗ് ടൂൾ ഹോൾഡർ. അതിന് പാരലൽ നർലിംഗ് ടൂൾ ഹോൾഡർ എന്നും പറയും. അടുത്തത് നക്കിൾ ജോയിൻ്റ് ടൈപ്പ് നർലിംഗ് ടൂൾ ഹോൾഡർ. മൂന്നാമത്തത് റിവോൾവിംഗ് ടൈപ്പ് നർലിംഗ് ടൂൾ ഹോൾഡർ, അല്ലെങ്കിൽ അതിന് യൂണിവേഴ്സൽ നർലിംഗ് ടൂൾ ഹോൾഡർ എന്നും പറയും. ഈ സിംഗിൾ റോളർ നർലിംഗ് ടൂൾ ഹോൾഡറിൻ്റെ ചിത്രമാണ് ആദ്യം കാണുന്നത്, റൈറ്റ് സൈഡിൽ മുകളിൽ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. അതിലൊരു ഹാർഡൻ ടൂൾ സ്റ്റീൽ നർല് കാണാം, റോളർ കാണാം. പിന്നെ അതിന് സ്റ്റീൽ ഷാങ്ക് ഉണ്ട്. പിന്നെ ഈ നർലിനെ ഷാങ്കുമായിട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ഒരു ഹാർഡൻ സ്റ്റീൽ പിൻ ഉപയോഗിച്ചിട്ടാണ്. It has only one single roller which produces straight line pattern. സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് നെക്കിൾ ജോയിൻ്റ് ടൈപ്പ് നർലിംഗ് ടൂൾ ഹോൾഡർ. ദിസ് ടൂൾ ഹോൾഡർ ഹാസ് എ സെറ്റ് ഓഫ് 2 റോളർ. ഇതിനകത്ത് 2 റോളർ ഉണ്ടായിരിക്കും. ഒരേ പിച്ചിലുള്ള 2 റോളറാണ് ഇതിലുണ്ടാവുക. ഇതിൻ്റെ റോളറിന് ചിലപ്പോൾ സ്ട്രൈറ്റ് ടീത്ത് ആവാം, അല്ലെങ്കിൽ ഹെലിക്കൽ ടീത്ത് ആവാം. അടുത്തത് റിവോൾവിംഗ് ഹെഡ് നർലിംഗ് ടൂൾ. ഇതിനകത്ത് 3 പെയർ ഓഫ് റോളർ ഉണ്ടായിരിക്കും. കോഴ്സ്, മീഡിയം, ഫൈൻ. ഈ 3 പിച്ചിലുള്ള, നേരത്തെ പറഞ്ഞു ഗ്രേഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 3 തരം പറഞ്ഞു, അത് 3 ഇതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇത് മൗണ്ട് ചെയ്തിട്ടുള്ളത് ഒരു റിവോൾവിംഗ് ഹെഡിലാണ്. ഒരു സ്റ്റീൽ പിൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പിവോട്ടിൽ അത് ഉറപ്പിച്ചിരിക്കുന്നു.
ലെയ്ത്ത് ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ളൊരു 3D ആനിമേഷൻ വീഡിയോ ആണ് അടുത്ത് കാണിക്കുന്നത്. അതിൽ ആദ്യം കാണിക്കുന്നത് ഫേസിങ് ഓപ്പറേഷനാണ്. അപ്പോൾ ഫേസിങ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഒരു വർക്ക് പീസിൻ്റെ ഫേസിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യലാണ് ഫേസിങ് ഓപ്പറേഷൻ. അപ്പോൾ ചിത്രത്തിൽ കാണാം, ചക്ക് ഫേസിങ് ടൂൾ ഇരിക്കുന്നത് കാണാം, വർക്ക് പീസ് കാണാം, ചക്ക് കാണാം. അത് ചക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ടൂള് വർക്ക് പീസിൽ ഇതാ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അടിയിൽ ഇത് വർക്കിൻ്റെ ലെങ്തിനെയും കുറയ്ക്കുന്നു. ഇതാണ് ഫേസിങ് ഓപ്പറേഷൻ. അടുത്ത ടേണിങ് ഓപ്പറേഷൻ, അതായത് പ്ലെയിൻ ടേണിങ് ഓപ്പറേഷൻ. വർക്ക് പീസ് കാണാം, അതുപോലെ ഇതിന് സിലിണ്ടറിക്കൽ ടേണിങ്ങും എന്ന് പറയും. ടേണിങ് എന്നുള്ളത് ഒരു മെഷീനിങ് ഓപ്പറേഷനാണ്. എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതാണ് ടേണിങ് ഓപ്പറേഷൻ. കട്ടിംഗ് ടൂളിനെ വർക്ക് പീസിന് അഗൻസ്റ്റ് ആയിട്ട് ടൂൾ പോസ്റ്റിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. വർക്ക് പീസ് കാണാം, അവിടെ ടൂള് കാണാം, ടൂൾ പോസ്റ്റിലിരിക്കുന്ന ടൂള് കാണാം, ചക്ക് തിരിയുന്നു, ഫീഡ് കൊടുത്തതിന് കാണിക്കുന്നു. ഫീഡ് ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. മെറ്റൽ റിമൂവ് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ഡെപ്ത് ഓഫ് കട്ട്, എത്ര ഡെപ്താണ് നമ്മൾ കട്ട് കൊടുക്കുന്നതെന്ന് കാണാം. ഇത് നെർലിംഗ് ഓപ്പറേഷനാണ്. വർക്ക് പീസിൻ്റെ മുകളിലൊരു പ്രത്യേക ഡയമണ്ട് നെർലിംഗ് ഉണ്ട്, ക്രോസ് നെർലിംഗ് ഉണ്ട്. ഒരു പ്രത്യേക ഫോമിൽ നെർലിംഗ് ഒരു ഫോമിംഗ് ഓപ്പറേഷനാണ്. നെർലിംഗ് ടൂള് ടൂൾ പോസ്റ്റിൽ പിടിപ്പിച്ചിരിക്കുന്നു, ചക്കിൽ വർക്ക് പീസ് പിടിപ്പിച്ചിരുന്നു. നെർലിംഗ് ടൂൾ എഴുതി കാണിച്ചിരിക്കുന്നു, ചക്ക് കറങ്ങണു. അത് നെർലിംഗ് ഓപ്പറേഷൻ. കുറച്ചുകൂടി അടുത്ത് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഒരു ഡയമണ്ട് നെർലിംഗ് ആണ്. ഡയമണ്ട് ഷേപ്പ്ഡ് പാറ്റേണിലാണ് ഈ നെർലിംഗ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഗ്രൂവിംഗ് ആണ്. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രൂവിംഗ് ഉണ്ട്. റൗണ്ട് ഗ്രൂവിംഗ് ഉണ്ട്, സ്ക്വയർ ഗ്രൂവിംഗ് ഉണ്ട്. ഇതിന് അണ്ടർ കട്ടിങ് അല്ലെങ്കിൽ നെക്കിംഗ് എന്ന് പറയും, അതായത് റീസസിങ് എന്ന് പറയും. വർക്ക് പീസ് കാണിച്ചിരിക്കുന്നു. ക്രോസ് വൈസ് ആയിട്ടാണ് ടൂള് അതിനകത്തേക്ക് ഫീഡ് ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂവിങ് സ്ക്വയർ ആവാം, റൗണ്ട് ആവാം, ആംഗുലർ ഇൻ ഷേപ്പ് ആവാം. ഈ ഗ്രൂവ് ചെയ്ത വർക്ക് പീസുകൾ ഉപയോഗിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ വാഷറുകൾ ഇടാനായിട്ട് അവിടെ ഗ്രൂവ് വേണ്ടി വരും. പലതരത്തിലുള്ള വാഷറുകൾ. അതുപോലെ ത്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസ് വിടണമെങ്കിൽ അവിടെയും ഗ്രൂവ് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രില്ലിംഗ് ആണ് അടുത്ത്. ലെയ്ത്തിൽ നമുക്ക് ഡ്രില്ലിംഗ് സാധ്യമാവും. സാധാരണ ഡ്രില്ലിംഗ് ഡ്രിൽ മെഷീൻ വേണം. ഇവിടെ ലെയ്ത്തിൽ തന്നെ ഡ്രില്ലിംഗ് പ്രോസസ്സ് അതാണ് കാണിച്ചിട്ടുള്ളത്. ഡ്രിൽ ഈസ് ഫെഡ് സ്ലോലി ഇൻ ടു ദ വർക്ക് പീസ് വിച്ച് ഈസ് റിവോൾവിംഗ് ചക്ക്. ചക്ക് തിരിയുന്ന ചക്കിൽ വർക്ക് പീസ് പിടിച്ചിരിക്കുന്നു, വർക്ക് പീസ് കാണിക്കുന്നു, ഡ്രില്ലിംഗ് ടൂള് കാണിച്ചിരിക്കുന്നു, ഡ്രിൽ ബിറ്റ് ചക്കിൽ പിടിപ്പിച്ചിരിക്കുന്നു. ടെയിൽ സ്റ്റോക്കിലാണ് ചക്ക് പിടിപ്പിച്ചിട്ടുള്ളത്. ആണ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ്. ഡ്രിൽ ചെയ്ത അതേ ഹോളിൽ തന്നെ റീമിങ് ചെയ്യാം. റീമിങ് എന്തിനാണ് ചെയ്യണത്? റീമിങ് ചെയ്യണത് ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഹോളിൻ്റെ കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഫിനിഷിംഗ് ഉണ്ട്, അതോടൊപ്പം കറക്റ്റ് ഹോളിൻ്റെ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വർക്ക് പീസ് കാണിച്ചിരിക്കുന്നു, റീമർ ടൂള്, റീമർ പിടിപ്പിച്ചിട്ടുള്ള ടൈൽ സ്റ്റോക്കിലാണ്. ടൈൽ സ്റ്റോക്ക് സ്പിൻഡിലാണ് റീമർ പിടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഡ്രില്ല് പിടിപ്പിച്ച പോലെ തന്നെ.
ബോറിംഗ് ഓപ്പറേഷനാണ് അടുത്തുള്ളത്. ഒരു ബോറിംഗ് ബാർ ഉപയോഗിച്ച് ബോർ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഹോളിനെ എൻലാർജ് ചെയ്യുക. ഒരു ഹോൾ ഉണ്ടാക്കലല്ല, ഉള്ള ഹോളിനെ ഒന്നുകൂടി എൻലാർജ് ചെയ്യലാണ് ബോറിംഗ് എന്ന് പറയുന്നത്. ഒരു ബോറിംഗ് ബാർ ഉപയോഗിച്ച് അത് ബോറിംഗ് ബാറിൻ്റെ അറ്റത്ത് ഒരു ഇൻസർട്ടഡ് ബിറ്റ് ഉണ്ടായിരിക്കും. ആ ബിറ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് പീസ് കാണിച്ചിരിക്കുന്നു, ബോറിംഗ് ടൂൾ കാണിച്ചിരിക്കുന്നു. ഒരു ബോറിംഗ് ബാർ വിത്ത് ഇൻസർട്ടഡ് ബിറ്റാണത്. ചിത്രത്തിൽ കാണാം ഇൻസൈഡ് എൻലാർജ് ചെയ്ത ഹോൾ ഉള്ളിലേക്ക് എത്ര എൻലാർജ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിരിക്കുന്നു. പാർട്ടിങ് ഓഫാണ് അടുത്തത്. നമ്മുടെ സിലബസിൽ പറയാത്തത് ഒരു സബ്ജക്റ്റാണത്. റൗണ്ട് റോഡിനെ കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റുന്നതാണ് കട്ട് ഓഫ് ദ ടൂൾ. കട്ട് ഓഫ് ദ ടൂൾ ഉപയോഗിച്ചിട്ട് പാർട്ടിങ് ഓപ്പറേഷൻ. കട്ട് ചെയ്ത പീസ് താഴേക്ക് നമുക്ക് കാണാം. ഇത്രയൊക്കെയാണ് ലെയ്ത്ത് ഓപ്പറേഷൻസ്. ഇത്രയൊക്കെയാണ് ലെയ്ത്ത് ഓപ്പറേഷൻസിൻ്റെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.